അമ്മയുടെ അടുത്ത് നിന്നിട്ട് പക്ഷെ ഈ വിട്ടുപോകാൻ തുടങ്ങുന്ന ആ ഒരു ആത്മാവിനെ തിരിച്ചു ബോഡിയിലേക്ക് വെക്കുന്ന പോലെയും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അന്ന് വെളുപ്പിന്. എൻ്റെ പേര് പ്രീത എന്നാണ്. ഞാൻ ദുബായിലാണ് വിളിക്കുന്നത്. നാട്ടില് ഞങ്ങൾ എറണാകുളത്തുകാരാണ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൽ ദേവകുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ബേസിക്കലി ഞാനൊരു മലബാറിലെ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യനെയാണ്. എൻ്റെ കൃപകൾ പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 പക്ഷെ ആദ്യമായിട്ട് ഞാൻ അവിടെ കൃപാസനത്തിൽ 2018 സന്ദർശിച്ചിരുന്നു. അന്നേരം ഞാൻ ഉടമ്പടികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മടങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് നേർച്ച വസ്തുക്കളെല്ലാം കിട്ടിയിരുന്നു. ഉപ്പും തേനും എല്ലാം കിട്ടിയിരുന്നു. അപ്പൊ എൻ്റെ വീട്ടിൽ അതിനുശേഷം എൻ്റെ വീട് മലബാറിൽ വടകരയിലാണ്. അപ്പൊ എൻ്റെ വീട് ഞാൻ സന്ദർശിച്ചപ്പോൾ ഇതില് ഉപ്പ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിക്ക് മടങ്ങി. 2018 കഴിഞ്ഞിട്ട് 2020 ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാല്, എൻ്റെ വീട്ടിൽ എനിക്ക് ഇളയതൊരു ബ്രദറാണ്. ബ്രദറിന് 2016 ജോലി ഇവിടെ ദുബായിൽ തന്നെയായിരുന്നു. പക്ഷെ 2016 അവന് ജോലി നഷ്ടപ്പെട്ട് അവൻ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ആൾക്ക് ഒരു സ്വസ്ഥമായ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ജോലി ഒന്നും കൃത്യമായി ശരിയാവാത്തത് കൊണ്ടും ആൾക്ക് കുറച്ച് മാനസിക പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടിട്ടും ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളൊരു വിചാരത്തിലായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്വന്തമായ ഒരു സ്ഥാപനത്തില് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് അതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിചാരിതമായി അതില് ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ നമുക്ക് വിട്ടു തന്നില്ല. അതിനെ പ്രതി നമ്മള് കേസിന് പോയപ്പോഴേക്കും വളരെ സ്വസ്ഥമായിരുന്ന ഞങ്ങളുടെ കുടുംബം ഈ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഡാഡിക്ക് ഒക്കെ കോൺഫിഡൻസ് പോയി തുടങ്ങി. അതിനിടെ 2019 കേസ് ഫസ്റ്റ് ടൈം അത് തോറ്റുപോയപ്പോഴത്തേക്കും ഡാഡി ഫുൾ പ്രഷറിലായി. അനിയനാണെങ്കിലും മാനസികമായിട്ട് ആൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ. അപ്പൊ കുടുംബത്തിലെ ഈ ഒരു ഇത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ സ്വസ്ഥമായ കുടുംബത്തിൽ അടുത്തൊരു പ്രശ്നം കൂടെ വന്നു. 2020 മാർച്ചില് ഒരു കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ആയിട്ട് ചെന്ന എൻ്റെ മമ്മിക്ക് പിന്നീട് ഒരു CT സ്കാൻ, ഒരു പരിശോധനയിൽ സംശയം തോന്നിയ ഒരു CT സ്കാൻ പറയുകയും ഏപ്രിൽ എൻഡോടെ അത് കൺഫേം ചെയ്തു. മമ്മിക്ക് 3rd സ്റ്റേജ് മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള വാർത്ത കേട്ടപ്പോ തികച്ചും കോൺഫിഡൻസ് ലൂസായിരുന്ന എൻ്റെ ഡാഡി ഇതുകൂടെ കേട്ടതോടെ തികച്ചും അപ്സെറ്റായി. വീട്ടിൽ മൊത്തം താളം പോയി തുടങ്ങി. ഞങ്ങൾ എന്നാലും മമ്മിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മലബാർ ക്യാൻസർ സെന്ററിലായിരുന്നു, തലശ്ശേരി. അവിടെ വെച്ച് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ 3rd ഡേയുടെ അന്ന് മമ്മിക്ക് ഒരു സിവിയർ അറ്റാക്ക് വന്നിട്ട് പിന്നെ BP-യും പൾസും എല്ലാം വളരെ ലോ ആയിട്ട് പിന്നെ കാലിക്കറ്റിലുള്ള ഒരു 7 സ്റ്റാർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്, മൈത്ര. അവിടെ കൊണ്ടുപോയിട്ട് അവര് ICUലേക്കൊന്നും ഫസ്റ്റ് അഡ്മിഷൻ നമ്മൾ തന്നില്ല. കാരണം അത്രയ്ക്കും ലെസ് ആയിരുന്നു ഈ BP-യും പൾസും ഒക്കെ. അപ്പൊ അവര് ആദ്യം പറഞ്ഞു ഒബ്സർവേഷനിൽ വെച്ചിട്ട് മെഡിസിൻസിനോട് റിയാക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഏകദേശം നമ്മൾ എല്ലാരെയും അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായി. ഒരു രാത്രി കഴിയുന്നോടം വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് അന്ന് വെളുപ്പാങ്കാലമായപ്പോഴത്തേക്കും ഞാൻ ഈ കൃപാസന മാതാവിന്റെ അമ്മയുടെ ഫോട്ടോ ഞങ്ങളുടെ വീട്ടില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ദുബായില്. അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന് രക്ഷിക്കണേ, ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടു.
മമ്മി ഇങ്ങനെ കിടന്ന് മമ്മിയുടെ ബോഡിയിൽ നിന്ന് ഈ ഒരു ആത്മാവ് വിട്ടുപോകുന്നതായിട്ടും കൃപാസന മാതാവ് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പക്ഷെ ഈ വിട്ടുപോകാൻ തുടങ്ങുന്ന ആ ഒരു ആത്മാവിനെ തിരിച്ചു ബോഡിയിലേക്ക് വെക്കുന്ന പോലെയും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അന്ന് വെളുപ്പിനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്റെ ചേച്ചിയെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മിറാക്കിൾ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയാം. കാരണം മമ്മിയുടെ ബോഡി ചില മെഡിസിൻസിനോട് റെസ്പോണ്ട് ചെയ് അപ്പൊ അങ്ങനെ റെസ്പോണ്ട് ചെയ്തതോടെ അവര് അഡ്മിഷൻ കൊടുത്തു, ICUലേക്ക് കയറ്റി. പിന്നെ പതിയെ പതിയെ എല്ലാത്തിനോടും വളരെ തുച്ഛമായ സമയം കൊണ്ട് തന്നെ മമ്മിയുടെ ബോഡി അതിനോടെല്ലാം നല്ല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു 10 ദിവസത്തോളം ICUയിൽ കിടന്നു.